കൊല്ലം, പത്തനംതിട്ട എന്നീ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഇടറോഡാണ് നമ്മൾ ഈ കാണുന്നത്. പത്തനാപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഏകദേശം ഒരു 100-ൽ പരം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് തകർച്ചയിലായിട്ട് ഏകദേശം ഒരു 3 വർഷം പിന്നിടുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നമ്മുടെ പിന്നിൽ കാണുന്ന ഈ റോഡ് അത്യധികം തകർച്ചയിലായിരിക്കുകയാണ്. കാരണം ഒരു ഇരുചക്ര വാഹനം അടക്കം ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ വിഷയമാണ് ഞാനിവിടെ ചോദിക്കാനെന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രദേശവാസികളെല്ലാം നമ്മളോടൊപ്പം ചേരുകയാണ്. ചോദിച്ചറിയാം, ശരിക്കും എന്താണ് നമ്മുടെ ഒരു ആവശ്യം? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു സമരം ചെയ്തിരുന്നു. ആ സമരം ശവമായിട്ട് നമ്മൾ കടന്നുകൊണ്ട് അത് ആരെയും ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല, അല്ലെങ്കിൽ നാട്ടിലൊരു തെറ്റിദ്ധാരണ വളർത്താനോ ഒന്നുമല്ല. ഒരു നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഈ റോഡിൽ നോക്കുമ്പോൾ അറിയാം. കാരണം സ്കൂൾ ബസ് പോകുന്നുണ്ട്, ഏതാണ്ട് 16 ബസ്സുകൾ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഈ ബസ്സുകൾ പോകുന്നത് അതിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ ജീവൻ നമുക്ക് വിലപ്പെട്ട ജീവൻ തന്നെ. ഇപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 1 മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനകത്തൊരു 200-300 പേരിനകത്തേ ഉള്ളൂ നമുക്ക് നെഗറ്റീവ് നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ചു. അതാരും ചോദിക്കാഞ്ഞതുകൊണ്ടാണ്. ഈ ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ പൊക്കോട്ടെ. നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലെ ചേട്ടൻ ഉരുണ്ട് വീണ് പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 2 മാസത്തോളം അവിടെ ചികിത്സയാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് 1 രൂപ പോലും സഹായം കിട്ടിയിട്ടില്ല. അത് ഇവിടെ ഈ പുള്ളി മാത്രമല്ല, തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് വീണു. ഈ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ, അവൻ കോളേജിൽ പോവാം, അവൻ്റെ ഒരാഴ്ചക്കാലത്തെ ക്ലാസ് പോയി, അവൻ്റെ വിദ്യാഭ്യാസം പോയി. ഈ ഞങ്ങളുടെ സമ്പത്തിനും ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കും മുൻഗണന നൽകാതെ, എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഈ പഞ്ചായത്തിൽ, ഇത് പ്രസിഡൻറ്റിൻ്റെ വാർഡായത്, പട്ടാളക്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് VP രമാദേവിയുടെ വാർഡായത്. ഈ മറ്റുള്ള വാർഡുകളിൽ പോയി നോക്കുമ്പം ഈ വാർഡ് മുഴുവൻ അന്ധകാരത്തില്ല. മറ്റുള്ള വാർഡുകളെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഇവിടുത്തെ കർഷകർ പട്ടിണിയ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം തരിശായി കിടക്കുക, വയലും ഒന്നും തരിശായി കിടക്കുക. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തോ ആയാലും, ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ ഇന്നലെ നാട്ടുകാർ ചേർന്നാണ് നമ്മളിപ്പോൾ ഇവിടെ സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു. ആളുകളെല്ലാം എന്തോ കൃത്യമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി വരും കാലങ്ങളിൽ നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ തൊട്ടപ്പുറത്തിട്ട് റോഡ് തകർന്നു കിടന്നു. അപ്പോൾ ഞങ്ങൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു, വാഴ വെച്ച് പ്രതിഷേധിച്ചു. ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരെ ഞങ്ങൾ അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പഞ്ചായത്തിൽ കൊടുപ്പിച്ചു, മറ്റുള്ള ആളുകൾക്ക് കൊടുപ്പിച്ചു. പക്ഷേ കൃത്യമായിട്ടുള്ള യാതൊരു മറുപടിയും കിട്ടിയില്ല. അപ്പം അത് മാത്രമല്ല, ഒരുപാട് അവിടെ ആളുകൾ വീണ് ഈ ആളുകൾ മൊത്തവും പിന്നെന്ത് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പം അമ്മമാർ വീണിട്ടുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വീണിട്ടുണ്ട്, ഈ പയ്യൻ വീണു, ഇവിടുത്തെ ചേട്ടൻ വീണിട്ടുണ്ട്. അപ്പോൾ എന്തുവാ, ഇതെല്ലാം സാധാരണക്കാരുമാണ്. അന്നന്ന് ഇറങ്ങിപ്പോയി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്ക് 700 രൂപ 800 രൂപ ശമ്പളമേ കാണത്തുള്ളൂ. ഈ പൈസ മുഴുവൻ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക. അപ്പം ഞങ്ങളുടെ അടുത്ത് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ, ഞങ്ങളുടെ അടുത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടുത്തെ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റെ ഈ തിട്ടൂരം, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇതിപ്പം നമ്മളിപ്പോൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിനിയിപ്പം അതിശക്തമായിട്ട് തന്നെ നമ്മളിപ്പം മുമ്പോട്ട് പോകും. നാട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇവിടെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക്, കാരണം ഇത് ജനാധിപത്യ രീതി. ഇപ്പം നമുക്കിപ്പോൾ പോയി വേണേൽ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ നമുക്ക് പിക്കറ്റ് ചെയ്യാം. അതൊന്നും ഒരു മര്യാദയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ നമുക്ക് ഇവരെ അറിയിപ്പിക്കണം. കാരണം നമുക്ക് മറ്റുള്ള അവരുടെ കൂടെ നമുക്ക് തിട്ടൂരം കാണിക്കുമ്പോൾ നമ്മൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്തോ. അതുകൊണ്ട് അങ്ങനെയുള്ള തിട്ടൂരങ്ങളിലൂടെ അല്ല, നമ്മൾ ഇങ്ങനെയുള്ള വേറിട്ട സമരങ്ങളിലൂടെ തന്നെ നമ്മൾ ഈ പരിപാടികൾ, ഇവിടുത്തെ അഴിമതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, വെളിയിൽ കൊണ്ടുവരും. അത് നമ്മളിപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചേക്കുക. കാരണം നമ്മളിപ്പോൾ ഇത്രയും ഞങ്ങളൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വോട്ടും വാങ്ങിപ്പോയ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റെ തിട്ടൂര നടപടിയാണ്. ഒരു സാധാരണക്കാരൻ വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള മനസ്സ് അവർക്കില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് വന്നപ്പം 1-2 മണിക്കൂർ സംസാരിച്ച് പോയ ഞങ്ങളുടെ പ്രസിഡന്റ് ഇപ്പം ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വരത്തില്ല. ഇപ്പം തന്നെ തൊട്ടിപ്പുറത്ത് ഈ ഇതുമായിട്ട് വന്ന അപ്പുറത്തൊരു വഴി പ്രശ്നമുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരൻ വിളിച്ചപ്പോൾ പറയാം, നിങ്ങളങ്ങ് രമ്യതയിൽ പരിഹരിക്കാൻ. എന്ന് വെച്ചാൽ അവർക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ അവരുടെ ഒരു അധാർമികമായിട്ടുള്ള നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല. അത് മാത്രമേ പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇതുവഴി ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ആൾ വരത്തില്ല. പിന്നെ സ്കൂൾ ബസ് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു മകളുണ്ട്, അവിടെ ഇരിക്കുന്നു പുള്ളിക്കാരത്തി. അപ്പം അവരുടെ സ്കൂളിലെ വണ്ടി വരുമ്പോൾ അവർ ഞങ്ങളോട് പറയുകയാണ്, ഇവിടുന്ന് ഒരു 800 മീറ്റർ അപ്പുറം വരെ കൊണ്ടു നിർത്താവും. എൻ്റെ മോളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി പല പ്രാവശ്യം ചരിഞ്ഞു സ്കൂൾ ബസ്സുകൾ.
അപ്പോൾ അത് വളരെ ഇതായിട്ടാണ്. ഒരു ഓട്ടോ വിളിച്ചാണ്ട് ആ ചേച്ചിയുടെ ഇതിന് വയ്യാതിരിക്കുന്ന ആളാണ്. TB ഒക്കെ വന്ന് ഓട്ടോ വിളിച്ചപ്പോഴും രാത്രി വരത്തില്ല, ആരും വരത്തില്ല, 2 വീലറുകാർ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ അടുത്ത് ട്യൂഷൻ സെൻ്ററുകളുണ്ട്. അപ്പം വണ്ടി ഇതുവഴി പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ അന്നേരം മറിഞ്ഞു വീഴുന്ന ഒരു സവിശേഷമാണ് ഉള്ളത്. ശരിക്കും ഇത് എവിടേക്കൊക്കെ പോകുന്ന വഴിയാണ്? ഇത് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും തമ്മിപ്പിക്കുന്ന ബന്ധമാണ്. ഇത് കുന്നടലോട്ട് പോകാൻ പറ്റും. ഇളമണ്ണൂർ മറ്റേ KP റോഡ് കയറാൻ പറ്റും. പത്തനംതിട്ടയ്ക്ക് പോകാം. പിന്നെ ഇവിടെ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടുവത്തോട്, ഏനാത്ത്, പത്തനാപുരം വരുന്ന റോഡാണ്. അപ്പം നാളുകളായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് റോഡ്? ഉണ്ട്. ഇത് 10 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് പണിഞ്ഞ് ഇത് ബജറ്റ് ഉൾപ്പെടുത്തിയ റോഡാണ്. ഇത് പണിഞ്ഞ് 1 വർഷത്തിനകത്ത് തന്നെ ഇത് തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല ചേട്ടനാണെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പം. അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം ഒരു 30ഓളം അപകടങ്ങൾ കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ചേച്ചിയുടെ നട്ടലൊക്കെ പൊട്ടി കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. നട്ടലൊക്കെ പൊട്ടി സത്യമാണോ? ഞാൻ വീണ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. 1.5 വർഷം വരെ ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പൈസ കടമായി. വീട് പണിക്ക് വെച്ചിരുന്ന പൈസയായിരുന്നു അത്. പിന്നെ ഇപ്പം ഞാൻ വാടകയ്ക്ക് താമസിക്കുക. വീട് പണി ഒന്നും ആയില്ല. പൈസ ഒരുപാട് ചിലവായി. ഇവിടെ ഞാൻ വീണതാണ്. ഞാനും എൻ്റെ ചേട്ടനൂടെ വീണു. ഇപ്പം പിന്നെ വന്നതാണ്. ഞങ്ങൾ രണ്ടും കൂടെ ബൈക്കിൽ വന്നപ്പോൾ ഇവിടെ മറിഞ്ഞു വീണു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. 1.5 വർഷം വരെ ഞാനിവിടെ കിടക്കുമായിരുന്നു. പിന്നെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ എല്ലാം സഹായിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. വീട് പണി ഒന്നും ആയിട്ടില്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കുവാണ്. അപ്പം ഞാൻ ഈ ഇവിടെ വീണ് പിന്നെ ഞാൻ ഇപ്പോഴും ഗുളിയെല്ലാം മരുന്നുമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും എനിക്ക് നട്ടൽ കൊണ്ട് നടക്കാനും ഒന്നും വയ്യ, ജോലി ചെയ്യാൻ വയ്യ, ഒന്നും വയ്യ. നിത്യ അപകടമാണ് ഇവിടെ. നിത്യ അപകടം. കാലും പൊട്ടി, നട്ടലും പൊട്ടി. നട്ടലായിരുന്നു ഏറ്റവും കൂടുതൽ അപകടം. ഒരുപാട് പൈസ ചിലവായി. കോട്ടയത്തായിരുന്നു. അടൂർ ഒത്തില്ല. പിന്നെ കോട്ടയത്ത് പോയി. അങ്ങനെ ഭയങ്കര ഒരു വിഷമമായി പോയി. വീട് പണിക്ക് വെച്ചിരുന്ന പൈസയായിരുന്നു, അതെല്ലാം ചിലവായി. ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലേക്ക്? ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതാ അവർ പോലും വരത്തില്ല. ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് വരുന്നില്ല. ശരിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണക്ക് TV ആയിട്ട് അസുഖമായിട്ടിരിക്കുകയാണ്. അന്നേരം ഇത് ഉണക്ക് ചേട്ടനെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാനാണ് ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയുന്നത് ഈ വഴി കൂടെ എങ്ങനെ വരുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എങ്കിലും ഈ റോഡ് വൃത്തിയായി കിട്ടണമെന്നാണ് എൻ്റെ ആവശ്യം. വഴിവിളക്കും വേണമെന്നാണ് എൻ്റെ ആവശ്യം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ 2 പിള്ളേർ ഇതുവഴിയാണ് പോകുന്നത്. അന്നേരം വണ്ടിക്കാരൻ എത്ര കുറുമ്പാലെ ഓട്ടോക്കാരനെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതുവഴി എങ്ങനെ ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകും, ഈ വഴി ഒന്ന് റെഡിയാക്കി തരാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞ് വഴി ഒന്ന് വൃത്തിയാക്കി തരുമെന്ന് പറഞ്ഞൊക്കെ ഒന്നും ആരും ശരിയാക്കി തരുന്നില്ല. പറഞ്ഞിട്ടുണ്ട്, ആരും റെഡിയാക്കി തരുന്നില്ല. അതെ, ഞാൻ 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ വഴി കൂടെ പോയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം കഴിഞ്ഞു. കാരണം ഈ കുന്നടയ്ക്ക് പോകാനായിട്ട് ഞാൻ ഈ വട്ടം കറങ്ങി ചെളുക്കുഴി കൂടെ ചെന്നാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിക്കിടന്ന് എനിക്ക് 2 പിള്ളേരാണ് ഉള്ളത്, വേറെ ആരും വീട്ടിലില്ല. പിന്നെ ഞാനൊരു അമ്മ എന്ന നിലയിൽ ഞാൻ രാവിലെ ഒരു ചങ്കിടിപ്പോട് കൂടി അവിടെ നിൽക്കുന്നത്. കാരണം 9-10ഓളം സ്കൂളുകളുടെ ബസ്സാണ് പോണത്. അപ്പം ഞാൻ ഈ റോഡിൽ ഇറങ്ങി നിൽക്കും. കാരണം പോകുന്ന കാണാനായിട്ട് എന്തെങ്കിലും പറ്റില്ല പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വണ്ടി കടന്നു പോകുന്നു. പക്ഷേ ഏറ്റവും കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത്. നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന സാഹചര്യമൊക്കെ ഈ ഒരു നിലയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ശരിയായി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. ആണ്. കാരണം ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ ഒത്തിരി പിള്ളേർ പോകണം. ഈ ഭാഗത്ത് കുറേ പിള്ളേരുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് ബസ് കയറ്റാൻ നിൽക്കുന്നത്. കാരണം ഇതിലേക്കൂടെ തന്നെ വണ്ടി വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ പെട്ടെന്ന് താഴോട്ട് വരണേ. കാരണം ഒരു ടയർ പുറയിലത്തെ ഈ ഭാഗത്തെ 2 ടയറും ചിലപ്പം പൊങ്ങിയാണ് താഴോട്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് അവിടെ വന്ന് നിർത്തി കഴിയുമ്പോഴാണ് പിള്ളേരെ കയറ്റി വിടുന്നത്. പലപ്പോഴും കാരണം ഇവിടെ 1-2 പിള്ളേരാണെങ്കിൽ ഞാൻ സ്കൂട്ടറെ അവിടെ കൊണ്ട് നിർത്താൻ പറ്റും. പക്ഷേ ഈ സാധാരണക്കാരായ 2 വീലറൊന്നും ഇല്ലാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരൊക്കെ ആണെങ്കിൽ രാവിലെ തൊഴിലുറപ്പിന് പോണവരും കടകളിൽ സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുന്നവരാണ്. അവർക്കപ്പം കുഞ്ഞു പിള്ളേരാണ്, LP വിഭാഗത്തിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ. അവരെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റത്തില്ല. അത് കാരണം അമ്മമാർ കയറ്റി വിട്ടിട്ട് ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വീട്ടുമുറ്റത്ത് നമുക്ക് ഇത്ര സൗകര്യമൊക്കെ ഉള്ളിടത്തോളം ഇവരൊക്കെ നമുക്ക് നല്ലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അത് പക്ഷേ നമുക്ക് ഈ നമ്മുടെ മെമ്പറിൽ നിന്നൊരു നല്ലൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരുപാട് അധികൃതരടുത്തൊക്കെ പറഞ്ഞു, ഈ ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞു റോഡ് നന്നാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടെ പോകുന്നവരല്ലേ, അവർക്ക് സ്വാഭാവികമായിട്ട് കണ്ടുകൂടെ, മനുഷ്യരല്ലേ, കണ്ണ് തുറന്ന് നോക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമല്ലോ. അപ്പം സ്ഥിരം സഞ്ചരിക്കുന്ന വ്യക്തികളാണ് അവരെല്ലാം, അധികൃതരല്ലേ, അവർക്കെല്ലാം കണ്ടുകൂടെ.
ഇത്. പിന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സമരങ്ങളിലൂടെ മാത്രമേ നമുക്ക് അവരുടെ കണ്ണുകൾ തുറക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു ജഡം വെച്ചു എന്നുള്ളത് തന്നെ 1 മില്യണോളം കയറിയിട്ടുണ്ട്. കാരണം അത്ര ആൾക്കാർ അങ്ങനെ വ്യത്യസ്തമായ സമര രീതികൾ വന്നാൽ മാത്രം ആൾക്കാർ, അല്ലാതെ ഞങ്ങളുടെ റോഡ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആരും അത് തുറന്നു നോക്കത്തില്ല. ഇങ്ങനെയെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒരു അമ്മ എന്ന നിലയിൽ എനിക്കിതിൽ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം പോലെ തന്നെയാണ് എനിക്ക് ഓരോ കുട്ടികളുടെയും ജീവിതം. തീർച്ചയായും അത് തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത്. ശരിയല്ല? എൻ്റെ വീടിൻ്റെ വാതിക്കലാണ്. ഈ ബാക്കിയുള്ളതെല്ലാം ലൈറ്റുണ്ട്. ഒരു വയ്യാത്തൊരു കൊച്ചുണ്ട്, ഇത് ചോദിക്കുന്നത് അവിടെ പോകുന്നു. ഞാൻ ഇവിടെ ഇവർ വന്നപ്പോൾ പറഞ്ഞ് ഇതിന് ബൾബും ഇല്ല ഹോൾഡറും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വേണ്ട, ഞാൻ ഇത് രണ്ടും തരാം, എൻ്റെ കയ്യിരിപ്പുണ്ട്. പറ്റത്തില്ല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ സമയം കഴിഞ്ഞു പോകും. അതൊരു ന്യായമാണോ? അപ്പോൾ ജനങ്ങളെ വേണ്ട, ജനങ്ങളുടെ വോട്ട് മാത്രം മതി. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കാര്യം സാധിച്ചാൽ പിന്നെ ഇപ്പോൾ കസേര പോയി ഇരുന്നാൽ മതി. സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അത് തന്നെയല്ല, ഇത് കണ്ടില്ലയോ, ഈ കൊച്ചിനെ വയ്യാത്ത കൊച്ചിനെ കൂടെ നടന്ന് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല മേപ്പോട്ട്, അത് മറിഞ്ഞു വീഴും. അത് തന്നെയല്ല വയ്യാത്തൊരു പെങ്കൊച്ച ഇവിടെ അവിടെ നിൽപ്പുണ്ട് തോന്നിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ വയ്യാത്ത കൊച്ച. അത് എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എല്ലാം തന്നെ. അതുകൊണ്ടൊക്കെ ഇതെല്ലാം സംഭവം ശരിയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായത് അങ്ങനെ കൊണ്ടുപോകും. ആര് വരും? ഈ 2 വീലറിനകത്ത് 4 പേര് കയറും. ഓട്ടോയ്ക്കകത്ത് മാക്സിമം 3-4 പേര് കയറി അവർ വരത്തില്ല. അല്ല ഇവിടുന്ന് ലങ്ക വരെ ചുമക്കണം, ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ റോഡിൽ വരെ ചുമക്കണം. എന്നാൽ പിന്നെ നമുക്ക് വല്ല പ്ലെയിൻ വല്ലതും വാങ്ങിച്ചൂടെ? പിന്നെന്ത്, അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് ജനങ്ങളെ വേണ്ട. ഇനിയിപ്പോൾ അടുത്ത 3 മാസം കഴിയുമ്പോൾ മതി ജനങ്ങൾ. എനിക്ക് തരണം, എനിക്ക് തരണം. റോഡിനോടൊരു അവഗണനയാണോ? പിന്നെന്തുവാ, അതേ ഉള്ളൂ, അവഗണനയേ ഉള്ളൂ. ഇത് പിന്നെ പണിഞ്ഞ് 1 വർഷത്തിന് മുമ്പ് ഇത് പൊളിഞ്ഞു തുടങ്ങി. ഇതിപ്പം 10ാമത്തെ വർഷമാണ്. അന്ന് മുതൽ ഈ ജനങ്ങൾ അനുഭവിക്കുക. പിന്നെ അധികമുള്ളൊക്കെ പിന്നെ എന്തു, ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവർ? ഈ ഭരണസമിതി ആയാലും പഞ്ചായത്തായാലും എന്ത് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി? ഒന്നും ചെയ്യുന്നില്ല. അവരുടെ സ്വന്തം കാര്യം ഇത്ര തന്നെ. എങ്ങനെയെങ്കിലും നന്നാക്കി തരുമോ? മറിഞ്ഞു വീഴാതെ എല്ലാവരും ജീവനും കൊച്ചുങ്ങളെ കൂടുതൽ പോകുന്നത് സ്കൂൾ ബസ്. അതെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ ഏറ്റവും നല്ലതല്ലേ? തീർച്ചയായും. 3 വർഷമാകുന്നു ഈ റോഡിൻ്റെ ഒരു നവീകരണം നടത്തിയിട്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള നിർമ്മാണ തുകയായിരുന്നു അതിനുവേണ്ടി വകയിരുത്തിയത്. പക്ഷേ നാളിതുവരെയായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തുടർ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയില്ല. റോഡിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തിയില്ല. റോഡ് ഇപ്പോഴും ശോചനീയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഇതിപ്പോൾ നമ്മുടെ വട്ടക്കുന്നിൽ ആട്രക്കൽ റോഡാണ്. ഏതാണ്ട് 10 ലക്ഷം രൂപ മുടക്കി ചെയ്ത റോഡാണ്. ഇപ്പം 4 വർഷം കഴിയുന്നു. 5 വർഷം ഈ ഭരണസമിതി കയറിയ സമയത്ത് ടാർ ചെയ്ത റോഡാണിത്. അവരിറങ്ങുന്നതിന് മുൻപോട്ടേ ഇത് പൊളിഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് നമുക്ക് അധികം ഒന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുമ്പിൽ കണ്ടുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇത് അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണം. കാരണം ഈ ഒരു മേഖലയിൽ ഒരു 100ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അധികം ആരും വലിയ പണക്കാരൊന്നുമല്ല, എല്ലാവരും ദിവസവും ജോലിക്ക് പോയി വരുമാനം കണ്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ സാഹചര്യം, ആ പൈസ മുഴുവൻ അവർക്ക് അവരുടെ ജീവിതത്തിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാതെ ഇതിപ്പോൾ എന്നും അവർക്ക് ആശുപത്രിയിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കണ്ടു, കുറേ ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയവരുണ്ട്, ട്രിവാൻഡ്രത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ രോഗികളുള്ള മേഖലയാണ്. ഒരു യാത്രാ സൗകര്യം പോലും ഇല്ല. ആ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പറയും നവകേരളം എന്ന് പറയും, നമ്മൾ നിൽക്കുക. പക്ഷേ ഇപ്പോഴും ഒരു നാട് ഇങ്ങനെ അന്ധകാരത്തിൽ നിൽക്കുക. അപ്പം നമ്മുടെ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ആ ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ആത്മാവാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഈ ആത്മാവിനെ എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തിയെടുത്ത് ഈ ആളുകളെ മൊത്തത്തിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അല്ലാതെ നമുക്ക് വേറെ അധികപ്പറ്റ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പം സർവ്വമേഖലയും തകരാറിലേക്ക് കിടക്കുക. പക്ഷേ ഇതിപ്പോൾ ഇവിടുത്തെ മെയിൻ ആവശ്യം ഇതാണ്. കാരണം ഞങ്ങൾ ആരെങ്കിലും മറിഞ്ഞു വീണ് ഞങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ്. കാരണം ഇവിടുത്തെ സർക്കാർ എന്തെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു യാതൊരു പ്രതീക്ഷയില്ല. അപ്പം ആ ഒരു പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു തലമുറയുടെ ഒരു അഭ്യർത്ഥനയാണ്, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ നോക്കണം. കാരണം ഈ ഒരു ചെറുപ്പം 29 വയസ്സുണ്ട്, എനിക്ക് ഒരു മദ്യപാനോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഞാൻ വന്ന് വീണേക്കുന്നത് ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമല്ല. കാരണം എനിക്ക് വണ്ടി കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയിൽ ഞാൻ വന്ന് വീണതാണ്. അപ്പം വേറൊരാൾ വന്ന് വീഴുമ്പോൾ പറയും വെള്ളം അടിച്ചിട്ടോ അവർ റോഡിൽ കിടക്കുക എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പം ഞാൻ ആ ഒരു അവസ്ഥ വെച്ചിട്ട് പറയുകയാണ്, ഈ റോഡ് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി ഇവിടുത്തെ ആളുകളെ രക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം അത് ഇവിടുത്തെ മെമ്പറെ ഇപ്പം കാണാൻ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വേറൊരു പ്രശ്നം അത്. കാരണം മെമ്പർ ജയിച്ചു പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞോ തിരുവഴിയോ നോക്കിയിട്ടില്ല. അപ്പം മെമ്പർ ഇത് വന്ന് കണ്ട് ഈ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഒന്ന് ആട്രക്കൽ കിഴക്കേക്കരം തുടങ്ങുന്ന ഈ റോഡ് നമ്മുടെ കുന്നറയ്ക്ക് പോയി ചാടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമുള്ള റോഡാണിത്. അപ്പോൾ നമ്മളെല്ലാം കുറുക്ക് കയറി പോകുന്നതാണ്.
രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഉരുളൻകല്ല് കിടക്കുക. ഇപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ പിള്ളേർക്ക് നമ്മൾ ടൈം ടേബിൾ കൊടുക്കുമല്ലോ, രാവിലത്തെ പീരീഡ് ഇന്ന വിഷയം, അത് കഴിഞ്ഞ് ഇന്ന വിഷയം. അതേപോലെ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വീട്ടുകാർ വന്ന് ഈ മെറ്റിൽ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ വാഴ വെച്ചു, നമ്മൾ റീത്ത് വെച്ചു, ഇനി നമ്മൾ എന്തോ ചെയ്യും? നമ്മുടെ കയ്യിൽ അധികാരമില്ല, നമ്മൾ ജനപ്രതിനിധിയല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നമ്മളിത് എന്തോ ചെയ്യും? നമ്മൾ ആരോട് പറയും? നമ്മളിത് എങ്ങനെ അറിയിക്കും? വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഉത്തരവാദിത്വവുമില്ല. നമ്മളിത് എങ്ങനെ അറിയിക്കുന്നത്? ഈ ജനപ്രതിനിധികളെ നമ്മൾ എങ്ങനെ അറിയിക്കും? നമ്മുടെ ഇവിടുത്തെ MLA, കാരണം ഞാനിപ്പം ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു PSR ക്ലാസ് എടുക്കുക, ഞാൻ ഈ പോകുന്നിടത്തെല്ലാം പറയുന്നുണ്ട് ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണെന്നുള്ളത്. പക്ഷേ ആൾക്കാർ അറിയുന്നില്ല ഈ ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കാണുവാണെങ്കിൽ ഒന്ന് കാണണം, കാരണം ഈ ഒരു അങ്ങയുടെ മണ്ഡലത്തിലെ ഒരു റോഡായി കിടക്കുന്നത്. അങ്ങയുടെ നാട്ടുകാരാണ് ഞങ്ങൾ വിളിച്ചാൽ കേൾക്കാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. അങ്ങ് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഒരാൾ വന്ന് മരിക്കുക, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സമരമായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ ചെയ്തത്. അപ്പം ഒരുപാട് വിമർശനം നേരിട്ടു, പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, കാരണം ഞങ്ങളുടെ നാട്ടിലെ ഒരു ജീവൻ പോലും അങ്ങനെ പൊലിഞ്ഞു പോകരുത്. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആ സമരം ചെയ്തത്. അപ്പം വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുക, ഒരാളിവിടെ മരിക്കരുത്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുത്. അപ്പോൾ അത് മുന്നിൽ കണ്ട് നടത്തിയൊരു സമരമായിരുന്നു ഇന്നലത്തേത്. ഇനി ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിൻ്റെ വികസനം ആവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാടിൻ്റെ പുനരുദ്ധാരണം ആവശ്യമാണ്. അത് അധികാരികൾ കണ്ണ് തുറക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾ ജനാധിപത്യത്തിൽ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു അത്യാവശ്യം ഹോസ്പിറ്റൽ കേസിന് വരുവാണെങ്കിൽ തന്നെ ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ വീണ്ടും വരാനുള്ളത് കുറഞ്ഞു കിട്ടും. അത്രേ ഉള്ളൂ. ബൈക്കുമായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഇവിടെ ഒരു വയ്യാത്ത കൊച്ചൊക്കെ പോകും. നമ്മളപ്പോൾ അതിനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നലെ തന്നെ നമ്മുടെ കൂട്ടുകാരനും വേറെ പയ്യനും കൂടെ ഇവിടെ വീണു. എന്തായാലും തലനാരേക്ക് രക്ഷപ്പെട്ടു. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കായിരുന്നത് ഭാഗ്യം. റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. കൂടുതൽ നമുക്കൊന്നും പറയാനില്ല, പെട്ടെന്ന് ശരിയാക്കി തന്നാൽ അത്രയും നല്ലത്. ഇലക്ഷൻ വരുന്നു, ആ സമയമാകുമ്പോഴത്തേക്കും റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ കൂടുതലൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഞാൻ കിൻഫ്രയിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. രാവിലെ 6 മണിയാകുമ്പോഴാണ് ഇതുവഴി പോകുമ്പോൾ ഈ റോഡിൽ കൂടെ പോകാൻ പേടിയാണ്. 2 പ്രാവശ്യം ഇവിടുന്ന് മറിഞ്ഞു വീണു. അപ്പോൾ ഇതുവഴി ഞാൻ പോയില്ല. പിന്നെ വട്ടം ചുറ്റി 2-3 കിലോമീറ്റർ വട്ടം ചുറ്റിയാണ് ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതുണ്ട്. പിന്നീട് നമ്മൾ എപ്പോൾ പോയാലും കൊണ്ടും ഇവിടെ ഞാൻ മിക്കപ്പോഴും ആൾക്കാർ മറിഞ്ഞു വീഴുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വഴിവിളക്ക് ഇപ്പോൾ അവിടുത്തെ ഞങ്ങൾ വളരെ നിർബന്ധിച്ചാണ് അവിടെ ഒരു വഴിവിളക്ക് ഇപ്പോൾ റെഡിയാക്കി തന്നത്. പിന്നീട് ഇവിടുത്തെ വഴിവിളക്കൊക്കെ പോയി കിടക്കുകയാണ്. ഒന്ന് ശരിയാക്കി തരാനെ കൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണം. നിരവധി യുവാക്കളാണ് ഇവിടെ ബൈക്കുമായിട്ടൊക്കെ മറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രദേശവാസിയാണ്. ഇയാളുടെ കാല് കെട്ടിവെച്ചേക്കാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാളുടെ ജ്യേഷ്ഠനുമായിട്ട് ബൈക്കിൽ വന്നപ്പോൾ ബൈക്ക് മറിഞ്ഞു വീണത് അല്ലേ? കൂട്ടുകാരൊക്കെ ഇങ്ങനെ വീഴാറുണ്ടോ ഇവിടെ? ഒരുപാട് പേര്. ഇപ്പം ഞാൻ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ +2, ഇപ്പോൾ ഞാൻ കോളേജില്ല, +2 സമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടുകാരന്മാരോട് പറയും ഇങ്ങോട്ടൊന്ന് വിടണേടാ. അപ്പോൾ അവന്മാർ അവിടെ കൊണ്ടിറക്കും. ഞാൻ പറയും മേളിലോട്ട് വരണ്ട, താഴോട്ട് ഇറങ്ങണേ പാടാ. അതുകൊണ്ട് അവന്മാരെന്നെ അവിടെ വിട്ടിട്ടായിരുന്നു പോകുന്നത്. അതുപോലെ ഒരു ദിവസം കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ അണ്ണന്മാരാരെങ്കിലും എൻ്റെ വണ്ടിയില്ല ഇപ്പം അണ്ണന്മാരാരെങ്കിലും വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ അണ്ണനെ വിളിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അവിടുന്ന് വളവിന് ഇറങ്ങി ഇങ്ങോട്ട് താഴോട്ട് വന്നു. ആ മെറ്റിൽ ചറുക്കി ഞങ്ങൾ വീണ് ഞങ്ങൾ ചാങ്കൂർ ആശുപത്രിയിൽ പോയി. ചാങ്കൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു കല്ല്, ഒരു മെറ്റിൽ കഷ്ണം അതിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങളെ പിന്നെ അത് അടൂർ റെഫർ ചെയ്ത് അടൂരി എന്ന് ഓർത്തോയെ കാണിച്ച് അവിടെ ഒരു വരഞ്ഞ് ആ കല്ല് ഞങ്ങൾ എടുത്ത് സ്റ്റിച്ചും ചെയ്തു. എൻ്റെ കാലം ഒരു 5 സ്റ്റിച്ചുണ്ട്. ഇപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവും. നല്ല വേദനയും അത്യാവശ്യം നല്ല മുറിവായി. അപകടങ്ങൾ ഇങ്ങനെ ദിനംപ്രതി ഉണ്ട്. ദിനംപ്രതി കുറേ പിള്ളേരും കുറേ സ്കൂൾ വണ്ടി എല്ലാം പോകുന്നത്. ഇവിടെ അടുത്ത് 3-4 ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഈ ട്യൂഷൻ സെൻ്ററിൽ പിള്ളേരെ വിടാനും വൈകിട്ടും രാവിലെ രാത്രിയും ഒക്കെ പോകുന്നത്. ഇവിടെ ഒരു റോഡ് ഒരു 3-4 വർഷം കൊണ്ട് ഈ ഒരു ഇതിന് മുന്നേ ഇങ്ങനെ നടക്കുന്ന റോഡായിരുന്നു. അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യാനുള്ളതിന് ഒരു 3-4 വർഷം കൊണ്ട് തന്നെ ഇത് പൊളിഞ്ഞു തുടങ്ങി. റോഡ് വൃത്തിയാക്കണം. പിന്നെ ആവശ്യമുള്ള വഴിവിളക്ക് ഇവിടെ ഇല്ല. ഞങ്ങളിവിടെ വഴിവിളക്ക് ഞങ്ങളുടെ അകത്തോട്ട് കയറുന്നിടത്തൊക്കെ വിളക്ക് പോയി. ഒരു ബൾബ് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇടാത്തൊരു സാഹചര്യം. മണറ വാർഡിൻ്റെയും ചെളുക്കുഴി വാർഡിൻ്റെയും കൂടെയുള്ള റോഡാണ്. അപ്പം ചെളുക്കുഴി വാർഡിലെ ഞങ്ങൾ അപ്പോൾ ചെളുക്കുഴിലെ പ്രതിനിധിയായ അവരോട് പറഞ്ഞിട്ടുണ്ട് റോഡിൻ്റെ കാര്യം. അപ്പോൾ അവർ ജയിച്ച് കയറിയപ്പോഴാണ് റോഡ് ശരിയായത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജയിച്ച് കയറിയപ്പോൾ നിങ്ങൾ ഇറങ്ങാറായപ്പോൾ റോഡും പോയി. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അവർ റോഡ് ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒന്നുമില്ല. എത്രയോ വണ്ടികൾ ഇതിൻ്റെ അടി തട്ടുന്നതെന്നറിയാമോ? അവിടെ വരുമ്പോൾ ഞങ്ങൾ പറയും റോഡ് പതുക്കെ പോണേ. റോഡിന് ചെറിയ കാറുകൾ വരും, വലിയ വണ്ടികൾ വരും, ഓർക്കാപ്പുറത്ത് വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ട്, എല്ലാത്തിൻ്റെയും അടി തട്ടുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി തട്ടിയാൽ ചിലപ്പോൾ ഇവിടെ വന്നായിരിക്കും നിൽക്കുന്നത്. എത്രയോ പേര് കുഞ്ഞുങ്ങളെയും കൊണ്ട്, എത്ര ബസ്സുകളാണ് ഇതിലെ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പം അതിനെ എന്തൊന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപകടമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പറയാനുള്ളതെല്ലാം അവരോട് പറയുന്നുണ്ട്, ചെയ്യാവുന്നത് അവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതൊന്നും കാണുന്നില്ല. നടന്നു വരുന്നവർ ഇപ്പം നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത മഴയാകുമ്പോഴത്തേക്ക് ഈ ശകലം കൂടെ ഉള്ളത് അതളകും. അല്ലെങ്കിൽ ഇതിന് ഓട വേണം, ഓടയില്ല, രണ്ട് സൈഡിലും ഓടയില്ല. അപ്പോൾ ഓടയല്ലെങ്കിൽ അവർ ശരിയാക്കണം, അല്ലെങ്കിൽ ഈ റോഡ് ശരിയാക്കണം. ഓട ഉണ്ടെങ്കിൽ വെള്ളം ഒരു സൈഡിൽ കൂടെ പോകും. അപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. മിറ്റിലുള്ള ആളുകൾ ഇത് പണിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ കോൺക്രീറ്റ് ഇടണമെന്ന്. കോൺക്രീറ്റ് കോൺട്രാക്ടോട് വന്നേ പറഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ടാലേ ഈ റോഡ് ശരിയാവുന്നു. അന്നേരം എന്നോട് പറയും പോച്ചാൽ നിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നമുക്കറിയാവുന്നവരല്ലേ അവരും അത് തന്നെ പ്രതികരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ കോൺക്രീറ്റ് ഇട്ടാലേ ഈ റോഡ് ശരിയാവത്തുള്ളൂ, അതേ ഉള്ളൂ. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്നും ശരി അപ്പോൾ ഇപ്പം നടക്കത്തില്ലെന്നറിയാം. എന്നാലും അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ചെയ്യത്തുമില്ല. അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എൻ്റെ 2 കൊച്ചു പിള്ളേരെയും കൊണ്ടാണ് സ്കൂളിൽ പോകേണ്ടത്. ആ പിള്ളേർ സ്കൂളിൽ പോകുന്ന വഴിയാണ്, ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന വഴിയാണ്. ഞങ്ങൾക്ക് ഈ വഴി വേണം, ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഒരുപാട് എൻ്റെ ഒരാൾ 6ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 3ാം ക്ലാസ് പഠിക്കുന്നു. ഇവിടെ കൂടെയുള്ള പിള്ളേർ ഒരുപാടുണ്ട്. ഒരു പിള്ളേരല്ല, ഇവിടുന്ന് ഒത്തിരി പിള്ളേരുണ്ട്, ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിയാക്കി കിട്ടാൻ ഒരു വലിയ കാര്യമാണ്. ഞാനിപ്പോൾ എനിക്കൊന്ന് 2 വർഷമായിട്ടിലൊക്കെ ഓടുന്നുണ്ട്. ഈ തേരിയാണ് സ്കൂൾ പിള്ളേരൊക്കെ വരുന്നത്. ഈ തേരി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വണ്ടി പിടിക്കത്തില്ല. പല സമയത്ത് ബൈക്കിലോട് ഉരുണ്ട് പോകാറുണ്ട്. കാരണം ഭയങ്കര ഡേഞ്ചർ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് വീട്ടിലിളക്കി കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ വളരെ പേടിച്ചാണ് കയറുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട്. മഴക്കാലം എല്ലാവരും ബുദ്ധിമുട്ടാണ്. ഇപ്പം അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, വണ്ടി ടയർ 4 പ്രാവശ്യം കറങ്ങിയിട്ടാണ് പിടിക്കുന്നത്. അപ്പം ബൈ ചാൻസ് വണ്ടി കയറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട് ബാക്കിലാണ്, ബൈക്കോടെ ഉരുണ്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നോർമലി അത് പേടിച്ചിട്ടാണ് പോകുന്നത്, വളരെ പേടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് വരുന്നത്. അവിടെ നിന്ന് വണ്ടി വരലേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, കാരണം അവിടെ നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ അവിടെ വഴി ഒന്നാമത് ഇടുങ്ങിയ വഴിയാണ്. വട്ടക്കുന്ന് ആട്ടറയ്ക്കൽ കിഴക്കതിൽ റോഡാണ് ഈ കാണുന്നത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഉരുളൻ കല്ലുകളാണ് ഈ റോഡിൻ്റെ നടുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു സ്കൂട്ടർ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴാനുള്ള വലിയ സാധ്യതകളാണ്. കാരണം അങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഇതുവഴിയാണ് ദിനംപ്രതി ഈ സ്കൂൾ ബസ് അടക്കം കടന്നു പോകുന്നത്. നമ്മൾ അല്പം മുൻപേ കേട്ടതാണ് ഒരു ബസ് ഡ്രൈവർ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. കാരണം ഇതുവഴി അദ്ദേഹം വാഹനവുമായി കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വീലുകൾ അധികം നിയന്ത്രണമില്ലാതെ വീലുകൾ കറങ്ങിയൊക്കെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വാഹനം ഇതുവഴി കടത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള വളരെ നെഞ്ചിടിപ്പോടെയാണ് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം സാഹസികമായ ഒരു രീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അപകടകരമായ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.